അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പേരക്കുട്ടിയായ ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ കണ്ടു. പിന്നെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ എനിക്ക് ആ ഖബറുകളൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഉമ്മ താമസിക്കുന്ന വീട്ടിലല്ലേ ഈ ഖബറുള്ളത്, ഇപ്പുറത്തൊരു വിരിക്കപ്പുറം, വേറെ അവർക്ക് വീടില്ലല്ലോ. അപ്പൊ ഉമ്മ ആ കർട്ടനൊന്ന് നീക്കിയിട്ട് ഞാൻ ആ ഖബറുകൾ കണ്ടു. ആ ഖബറുകൾ കണ്ടപ്പോ ഞാൻ 3 ഖബറുകളും കണ്ടത് ഒരു ചാൺ മാത്രം ഉയരത്തിലുള്ളതായിട്ടാണ് ഞാൻ കണ്ടത്. വളരെ വ്യക്തമാണ് ചരിത്രത്തിൽ. അതാണ് ഖബർ. ഇസ്ലാമിൽ നിയമം ഏതൊരാളുടെ ഖബറാണെങ്കിലും അതിൽ പണ്ഡിതനോ പാമരനോ സാധാരണക്കാരനോ രാജാവോ വ്യത്യാസമൊന്നുമില്ല. ആരുടെ ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ ഉയരം എത്രയേ പാടുള്ളൂ? സമനിലത്തിൽ നിന്ന്, ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാൺ ഉയരം മാത്രമേ ഒരു ഖബറിനുണ്ടാകുവാൻ പാടുള്ളൂ. അതിന് തന്നെ അവര് പറഞ്ഞ നിയമം എന്താണ്? ഖബർ കുഴിക്കുമ്പോൾ എടുത്തിട്ടുള്ള മണ്ണ്, ആ മണ്ണ് മുഴുവൻ അതിലേക്കിട്ടാൽ ഖബർ ഒരു ചാണിന് ഉയരത്തിലും വരും. കാരണം കിളച്ചെടുത്ത മണ്ണ് ഫുള്ളി ചെയ്യുമ്പോ പിന്നെ സമതാലം ഉണ്ടാവും, ഒരിത്തിരി പൊങ്ങിയിട്ട് വരും. മറ്റേത് ഫിറ്റായിട്ട് ഇങ്ങനെ തിങ്ങിക്കിടക്കല്ലേ, കുഴിച്ചെടുത്തിട്ട് ആർക്കും മനസ്സിലാവും. അപ്പൊ ഒരു ചാണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ഈ 3 ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. പിൽക്കാലത്ത് ഷിയാക്കളും യഹൂദികളുടെ ജൂതന്മാരുടെ സംസ്കാരത്തിൽ നിന്ന്, ക്രിസ്ത്യാനികളുടെയൊക്കെ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്ത പല ആചാരങ്ങളും ഷിയാക്കൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ ആളുകൾ പകർത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ഖബർ ഒരുപാട് ഉയരത്തിൽ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഖബറുകൾ ഉയരത്തിൽ കെട്ടി ഉയർത്തുന്ന ഒരു സമ്പ്രദായം ലോകത്ത് നടപ്പിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തതാണ്. ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, അതിന്മേൽ കുമ്മായമിടാൻ പാടില്ല, പെയിന്റ് അടിക്കാൻ പാടില്ല, അവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ അതിന്മേൽ ഇരിക്കാൻ പാടില്ല. ഒരു ഖബറിനോട് നമുക്ക് ബഹുമാനമാണ്, ആദരവ് വേണം. ഒരു ഖബറിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിന്മേൽ കൂടി നമ്മൾ ചവിട്ടി നടക്കാൻ പാടില്ല. നമ്മൾ പള്ളിക്കാട്ടിലൊക്കെ പോകുമ്പോൾ ഖബറുകളുടെ മേൽ ആളുകൾ നിസ്സാരമായിട്ട് അങ്ങനെ ചിലപ്പോൾ ചവിട്ടൊക്കെ ചെയ്യും. ചവിട്ടാൻ പാടില്ല, ഖബറുകളിന്മേൽ ചവിട്ടരുത്, മലമൂത്ര വിസർജനം പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല. അതൊക്കെ അതിനോടുള്ള ആദരവാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാലും അവന്റെ ഖബറിന് ആദരവുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവനോടുള്ള ആദരവ് പോലെ അവന്റെ ഖബറിനോടും ആദരവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖബറിനെ വൃത്തികേടാക്കുന്ന, മലീമസമാക്കുന്ന, അതിന്മേൽ മാലിന്യം വിതറുന്ന, അതിമ മലമൂത്ര വിസർജനം നിർവഹിക്കുക, അയിമ ഇരിക്കുക, അയിമ ചവിട്ടുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അനാദരവായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ അവസരത്തിൽ അത് ബഹുമാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കെട്ടിപ്പടുത്ത്, അതുപോലെ തന്നെ ഒരുപാട് അതിന്മേൽ പെയിന്റൊക്കെ വാരിത്തേച്ച്, പട്ടൊക്കെ മൂടി, ഇതിന്മേൽ പൂമാല ചാർത്തി, ചന്ദനത്തിരി കത്തിച്ച്, സാമ്പ്രാണി പുകച്ച്, തലക്കുഭാഗത്തൊരു വലിയ പെട്ടി വെച്ച് ആ രൂപത്തിലുള്ള പലവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമ്പ്രദായങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. കലണ്ടറിൽ കാണുന്ന ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ ഖബറാന്ന് പറഞ്ഞ് കാണിക്കുന്നത് വ്യാജമാണ്, ശരിയല്ല.